അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്ന് ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയാണ്, ആരുമില്ല. അതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്കാണ് ചൂണ്ടിയിടയിൽ. കുറേ നേരമായിട്ട് നടക്കുന്നു, വലിയൊരു കണ്ടമാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ നമ്മൾ വണ്ടി കൊണ്ട് വെച്ചിട്ട് കുറേ നേരം കണ്ടതിൻ്റെ ചെറിയ കൂടെ നടന്നാണ് ഈ സ്ഥലത്ത് എത്തിയത്. ഇനിയും കുറേ നടക്കാനുണ്ട്. ഇത്ര നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മുടെ അടുത്ത് വീഡിയോ എടുക്കേണ്ട ആരുമില്ല. അതുകൊണ്ട് ഇതാകുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ലൊരു ചിറയാണ്, രണ്ട് സൈഡിലും കൃഷിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ റൈറ്റ് സൈഡിൽ ഫുള്ള് കണ്ടമാണ്, ഏക്കർ കണക്കിന് കണ്ടം വിതച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു തോടുമുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഈ തോട്ടിൽ ചേർമീൻ അല്ലെങ്കിൽ വരാൽ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു 9 കിലോയുള്ള തെരണ്ടി ചൂണ്ടയിട്ട് പിടിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടകാലത്തിനും ആ തെരണ്ടിയുടെ കഷ്ടകാലത്തിനും അത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മൾ സ്ഥിരം ചൂണ്ടിടാൻ പോകുന്നത് നമുക്കതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മളത് അപ്ലോഡ് ചെയ്തപ്പം കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് അതിനെ കമൻറ്റ് ചെയ്തു. കുഴപ്പമില്ല, ആരും നമുക്കാരോടും അങ്ങനെ ഒന്നുമില്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് ഞാനാണെങ്കിലും ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടേ കമൻറ്റ് ചെയ്യത്തുള്ളൂ. കാരണം അത്ര കാണാൻ സുഖകരമില്ലാത്തൊരു കാഴ്ചയാണത്, ഒരു മീൻ പ്രസവിക്കുന്നത്. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആലപ്പുഴയുള്ള തോട്ടപ്പള്ളി ഹാർബറിൽ ചൂണ്ടയിടുന്നു. പുലിമുട്ട എന്നാണ് ചൂണ്ടയിടുന്നത്. ഏകദേശം 9 മണി, രാത്രി 9 മണിയായപ്പോഴാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ എന്ത് മീനാണ് പിടിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ ഫൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുലിമുട്ട തന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി വന്നു. കാരണം ബീച്ചിൽ നിന്ന് മീനൊക്കെ തരാൻ പറ്റും, കാരണം വലിയ മീനാണെന്നറിയായിരുന്നു. ബീച്ച് വന്നപ്പോഴേക്കും നല്ല തിര. അപ്പോൾ മീൻ ഒരു തിരക്ക് കയറി വരും, അടുത്ത തിരക്ക് മീൻ ഇറങ്ങിപ്പോവും. അപ്പം അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം ഫൈറ്റ് ചെയ്തിട്ടാണ് മീനിനെ കരയ്ക്ക് എത്തിച്ചത്. അപ്പം ചൂണ്ടിടാൻ പോകുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ മീനെ പിടിക്കുമ്പം വലിയ മീനാണെങ്കിൽ നമ്മൾ ഒരിക്കലും കൈ കൊണ്ട് അതിനെ വലിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഗഫ് എന്ന് പറയുന്ന ഒരു കൊളുത്ത്, നല്ല ഷാർപ്പായിട്ടുള്ളൊരു കൊളുത്താണ് ഉപയോഗിച്ചാണ് മീനെ കടലിൽ നിന്ന് എടുക്കുന്നത്. അപ്പം ഞങ്ങൾ നോർമലായിട്ട്, കാരണം നമുക്കറിയത്തില്ല എന്ത് മീനാണ് പിടിച്ച മീൻ പ്രഗ്നൻ്റ് ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങളതിനെ പിടിച്ച് ഗഫിട്ട് കുത്തിയെടുത്തു. അതിൻ്റെ വയറിലാണ് കുത്തു കൊണ്ടത്. അപ്പം നല്ല ആഴത്തിലുള്ളൊരു മുറിവും അത്യാവശ്യം ഇൻ്റേണൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. മീനെ പിടിച്ച് കരയ്ക്ക് കയറി, നല്ല ഹാപ്പി ആയിരുന്നു. കാരണം വലിയൊരു മീൻ കിട്ടി. അന്ന് വേറൊരു മീനും കിട്ടിയില്ല. വലിയൊരു മീൻ കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീനെ പിടിച്ച് കഴിഞ്ഞ് നമ്മൾ തെരണ്ടിയെ പിടിച്ചാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തെരണ്ടിയുടെ ടെയിൽ കട്ട് ചെയ്യും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ തെരണ്ടി എന്ന് പറയുന്ന മീനിന് ഒരു മുള്ളുണ്ട് അതിൻ്റെ വാലിൽ. അപ്പം അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട് അതിൻ്റെ കുത്തു കൊണ്ട് കഴിഞ്ഞാൽ. ചാൻസ് ഉണ്ടെന്നല്ല, അങ്ങനെ മരിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്കറിയാം, ആനിമൽ പ്ലാനറ്റിലൊക്കെ പണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റീവ് എന്ന് പറയുന്നത് മുതലയൊക്കെ പിടിക്കുന്ന മനുഷ്യൻ ഒരു മീനിൻ്റെ വാലിലെ മുള്ള കൊണ്ട് മരിച്ചെന്ന് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അത് ഈ സെയിം മുള്ളാണ്, തെരണ്ടിയുടെ വാല് കൊണ്ടാണ് പുള്ളി മരിച്ചത്. അപ്പം ഇനി നിങ്ങൾ ചൂണ്ടിടാൻ പോകുമ്പോഴാണെങ്കിലും തെരണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ വാല് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കട്ട് ചെയ്താൽ മാത്രം പോരാ, ആ കട്ട് ചെയ്തത് എങ്ങും ആരുടെ ദേഹത്ത് കൊള്ളാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യുക വേണം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഈ മീനിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ സിറ്റുവേഷനിൽ നമുക്ക് വേറൊന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയത്, 1 സെക്കൻഡ് പോലും താമസിക്കാതെ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളത് ചെയ്തു, ഒട്ടും താമസിച്ചില്ല. കുഞ്ഞുങ്ങളപ്പോൾ തന്നെ ഒരെണ്ണത്തിന് റിലീസ് ചെയ്തു. അതിൻ്റെ പുറകെ അടുത്ത കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഡെലിവറി ചെയ്യാനായിട്ട് ആ ഫിഷ് ഓൾറെഡി ഒരു 99% ഡെഡായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ അറിയാം. അപ്പോൾ ഞങ്ങൾ വയറ്റിൽ ഞെക്കിയാണ് കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. കുഞ്ഞിനെ പുറത്തെടുത്തു, കൊണ്ട് കളഞ്ഞ് വെള്ളത്തിയിട്ടു. അത് സർവൈവ് ചെയ്യുമോയെന്ന് അറിയത്തില്ല, സർവൈവ് ചെയ്യണം എന്ന് തന്നെയാണ് പ്രാർത്ഥന. എന്നിട്ട് നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നതുകൊണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ ചീത്ത വിളിച്ചു, കുറേ ആൾക്കാർ സങ്കടം ആയിട്ട് സ്മൈൽ ചെയ്തു. അപ്പോൾ അവരോടൊക്കെ സോറി ചോദിക്കുകയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കേ, ഇപ്പോൾ ഞങ്ങൾ ആ മീനെ കഴിക്കാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നമ്മളാണെങ്കിലും വീട്ടിൽ മീൻ മേടിക്കുമ്പോൾ, ഞങ്ങളൊക്കെ വീട്ടിൽ മീൻ മേടിക്കുമ്പം ചിലപ്പോൾ മത്തിയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ മുട്ട കാണാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ മീൻ മേടിക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങൾ കാണാറുണ്ട്. നമ്മളൊരിക്കലും ആ മീനെടുത്ത് കളയാറില്ല. നമ്മളെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മളൊന്നും ചെയ്തില്ല, കുഞ്ഞുങ്ങളെടുത്ത് നമ്മൾ കളയും, കറിയൊക്കെ ഉള്ളതില്ല. മുട്ടയാണെങ്കിൽ നമ്മളത് എന്തെങ്കിലും പീര വെക്കുമോ അല്ലെങ്കിൽ കറി വെക്കുമോ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കും എനിക്കും അങ്ങനെ. ഞങ്ങൾക്ക് ആ സിറ്റുവേഷൻ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമല്ലല്ലോ. കാരണം അത്രയും വലിയ കടലിൽ നമ്മളൊരു പ്രഗ്നൻ്റ് ആയിട്ട് മീനെ പിടിക്കുക എന്നാൽ നമ്മളങ്ങനെ അറിയണം. അത് രാത്രിയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അറിയുന്നത്. അപ്പം ആ ചത്ത മീനിനെ കടലിലിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അവിടുത്തെ നാട്ടുകാർ തന്നെ അതിനെ ക്ലീൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കുഴിച്ചേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് അതിനെ കൊണ്ടുവരികയാണ്. കൊന്നാ പാവം തീരും എന്നാണല്ലോ പറയുന്നത്. അപ്പം ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി ചോദിക്കുകയാണ്, വേറൊന്നും പറയാനില്ല. നമ്മളെത്തിയ സ്ഥലം നമ്മളിതാണ് ചൂണ്ട ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പുല്ലൊക്കെ ഉണ്ട്.
ആ കാണുന്ന പുല്ലാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇനി ക്യാമറയൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ചൂണ്ടിട്ട് നോക്കിയാലോ. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോകുന്നത്. കണ്ടത്തിന് നടുക്കുള്ളൊരു തോടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് കാണാം, കുറച്ച് പുല്ല് നിൽക്കുന്നത് കാണാം. അപ്പം യൂഷ്വലി നിങ്ങളും സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് പോവുകയാണെങ്കിൽ, ബിഗിനേഴ്സിനോടാണ് പറയുന്നത്, അപ്പം എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മളൊരിക്കലും ചുമ്മാ എറിഞ്ഞ് നടുക്കൂടെ കാസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പുല്ലിൻ്റെ സൈഡിൽ കൂടെ എറിഞ്ഞ് കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മീൻ നിൽക്കാൻ ചാൻസ് ഉള്ളത് ഈ പുല്ലിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ആയിരിക്കും. അപ്പം ആ പുല്ലിൽ എറിഞ്ഞിട്ട് പയ്യെ പുല്ലേന്ന് താഴ്ത്തിറക്കുക. അവിടെയായിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തില്ല. അവിടെ കാണുന്ന ആ ഒരു ചെറിയ കമ്പ് പോലെ ഉണ്ട്, പിന്നെ ഈ സൈഡ്. അപ്പം അവിടെയൊക്കെ വെച്ച് മീൻ കയറി നിൽക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. അപ്പം എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ക്യാമറ ഓഫായിരുന്നു. ഇന്നത്തെ ഫസ്റ്റ് ചെറുമീൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതേ സൈസ് തന്നെ അവൻ ഹാങ് ചെയ്ത് കിടക്കുമായിരുന്നു ലിവർ. അതേ കയറി അടിച്ചതാണ്. അടിച്ചപ്പോൾ തന്നെ ഹുക്കായി. അപ്പോൾ ഏകദേശം 1 കിലോ അടുത്താണ് വലിയ സൈസ്. ഏകദേശം 1.5 കിലോ ഉണ്ട്. അപ്പം ഗ്രോത്ത് ഇപ്പോൾ 2 കിട്ടിയിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ല. ക്യാമറ എടുക്കാൻ, വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് മാവേലൊക്കെ എടുത്തു വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഫോൺ താഴെ പോയിരിക്കുന്ന
അപ്പോൾ ഇന്നത്തെ അടുത്ത ചെറുമീൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ അടുത്ത ചെറുമീൻ കയറിയിരിക്കുകയാണ്. ബ്രൈഡ് അപ്പോൾ 1.75 സൈസ്. എന്തായാലും നല്ല സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ വന്നതിൽ ഇതുവരെ ആരും ചൂണ്ടിടാൻ വരാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മീനുണ്ട്. ചൂണ്ട അധികം മീനിട്ടില്ല. അപ്പം നമുക്കിന്ന് 3 മീൻ കിട്ടിയിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പം ഞാൻ ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടുതൽ ചൂണ്ടയിടുമ്പം വീഡിയോ എടുക്കാനായിട്ട് ആരും വരാറില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ ചൂണ്ടയിടുമ്പം ഒരാളെ വീഡിയോ എടുക്കാൻ വിളിച്ചുകൊണ്ട് ആൾ ചുമ്മാ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം മണിക്കൂറുകളോളം ഒരാൾ ചുമ്മാ ഇരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കഷ്ടം തോന്നും. അതുകൊണ്ടാണ് ആരും വിളിച്ചുകൊണ്ട് വരാത്തത്. അപ്പോൾ കയ്യിലൊരു ഗോപ്രോ ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് തന്നെ അങ്ങ് എടുത്തോളും. അതുകൊണ്ട് തന്നെ വോയിസിന് ഒട്ടും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മീനാണ് 3 മീൻ. ഇപ്പോൾ ഏകദേശം തിരിച്ചു പോവാണ്. ഇതിനെല്ലാം പിടിച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യും? ഇതിപ്പോൾ കസിൻസൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് കൊടുക്കാം. ഇതാണ് മീൻ. അപ്പോൾ നമുക്കിതിനൊന്ന് തൂക്കി നോക്കാം. 3.65 ടോട്ടൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ചൂണ്ടയിടൽ കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ പോവാണ്. ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയൊരു മടി. അതുമല്ല, ഈ സ്ഥലം കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മളിവിടെ അധികം നേരം ഇരുട്ടുന്നത് വരെ നിൽക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അത്ര വലിയ പ്രൊഫഷണൽസ് ഒന്നുമല്ല, പക്ഷേ എല്ലാ ആഴ്ചയിൽ തന്നെ ചൂണ്ടയിടാൻ പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഫിഷിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പാവം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരുടെ ഭാഗത്തുനിന്നും കുറേ ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കമൻസ് പറയുന്നുണ്ട്. കുറേ ആൾക്കാർ ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാം നമ്മൾ പരിഗണിക്കുന്നതാണ്. കാരണം നമ്മളിതൊരു തുടക്കക്കാരൻ, നമ്മൾ വലിയ പ്രൊഫഷണൽസ് ഒന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കാണും. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നത് വരെ കാണാം.